നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഇരുന്ന് കഴിക്കാൻ നോക്ക്. അവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്നെ ഇറക്കി വിട്. ഞാൻ ഈ വീടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങില്ല. വേണമെങ്കിൽ ഏട്ടത്തിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തു തരാൻ ഞാൻ. അമ്മേ, അവരെ ഒന്ന് അങ്ങോട്ട് തുറന്നു വിട്. നീ ഇരുന്ന് മര്യാദയ്ക്ക് കഴിക്കാൻ നോക്ക്. ഞാൻ എടുത്തിട്ട് കാല് പിടിച്ച് വേണമെങ്കിൽ മാപ്പ് പറയാം. തലയിൽ കൈവച്ച് സത്യം ചെയ്യാം. ഈ ഡോറൊന്ന് തുറന്നതാ. നീ എന്റെ കാലും പിടിക്കണ്ട, സത്യവും ചെയ്യണ്ട. നീ അതിനകത്ത് തന്നെ കിടന്നാ മതി. ഗൗതമിനെ ജയിലിൽ നിറക്കി എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കാതെ നീ ഇനി പുറം ലോകം കാണുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട ബസു. എങ്കിൽ പിന്നെ എന്റെ ഫോണെങ്കിലും ഒന്ന് താ. ടൈം പാസിൽ എന്തെങ്കിലും വേണ്ട എനിക്ക്. പിന്നെ നിനക്ക് ടൈം പാസ് ഉണ്ടാക്കി തരാനാണല്ലോ അകത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നിന്റെ കൂട്ടാളികൾ നിന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. ഇവിടുന്ന് എന്തെങ്കിലും ചോർത്തി കിട്ടുമോന്നറിയാൻ. ആ നിനക്ക് ഫോൺ എടുത്ത് കയ്യിൽ തരാനും വേണ്ടി പൊട്ടിയൊന്നും അല്ല ഞാൻ. വയറ് നിറച്ചു ഭക്ഷണം തന്നിട്ടുണ്ട്, ഉടുത്തു മാറാൻ ഡ്രസ്സും തന്നിട്ടുണ്ട്. നിന്റെ മുറിയിലിരുന്ന ഷാമ്പൂവും ചീപ്പും സോപ്പും സർവ്വ സാധനങ്ങളും ഞാൻ ജനലിൽ കൂടെ അകത്തിട്ടിട്ടുണ്ട്. നിനക്കേ ഒരു കുറവും വരാതെ അതിന്റെ അകത്ത് കിടക്കാം. മര്യാദയ്ക്ക് അവിടെ കിടന്നോണം. ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കണം. അതിന് സമ്മതിക്കാതെ ഇങ്ങനെ ബഹളം വെച്ചാലുണ്ടല്ലോ, ഇനി ഞാൻ നിനക്ക് പച്ചവെള്ളം തരത്തില്ല, ഓർത്തോ. എന്താ? അല്ല, ഒന്നുമില്ലെങ്കിലും ഈ വീട് അടക്കി ഭരിച്ചിരുന്ന ആളല്ലേ വസുന്ധരാന്റി? അതിന് ഒന്നുമില്ല. നോക്ക് നിധി, വരുന്നവരോടും പോകുന്നവരോടും എല്ലാം നീ കാണിക്കുന്ന ഈ മനസ്സലിവുണ്ടല്ലോ, അതിനി വേണ്ട. ഈ കുടുംബത്തിലുണ്ടായ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം നീ കാണിക്കുന്ന ഈ ദയ. പാത്രം അറിഞ്ഞു വേണം അന്നം വിളമ്പാൻ. വസുന്ധര അർഹിക്കുന്നത് ഇതാണ്. അത് ഞാൻ വിളമ്പി. ഗൗതം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കാതെ വസുന്ധര ഇനി വെളിച്ചം കാണില്ല. നീ കഴിക്കാൻ നോക്ക്. എന്തിനാണ് കിടന്ന് ബഹളം വയ്ക്കുന്നത്? നിനക്ക് എന്താ പറയാനുള്ളത്? അവന്റെ കെട്ടെന്ന് അഴിച്ചു കൊടുത്ത്. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം സാർ. ഞാനൊരു അബദ്ധം ചിന്തിച്ചു പോയതാ. എന്റെ മോള് സുഖമില്ലാതെ കിടക്കുക സാർ. ഇനി ഞാൻ വേണ്ടാത്ത ഒന്നും ചിന്തിക്കില്ല. ഞാൻ സാറിന്റെ കൂടെ തന്നെ നിന്നോളാം. പ്ലീസ് സാർ, എന്നെ പോവാൻ അനുവദിക്കണം. ഇനി നിന്നെ അങ്ങ് വിട്ടുകളയാനും വേണ്ടി മണ്ടനാണ് ഞാനെന്ന് കരുതിയോടാ നീ ആ നിധിയുടെ പക്ഷം ചേർന്നിട്ട് എന്നെ ചതിക്കാൻ നോക്കിയല്ലേ? അല്ല സാർ, ചതിച്ചതല്ല. എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതായതുകൊണ്ട്. മതി, കേൾക്കണ്ട. ഇനി നിന്റെ മോളുടെയും ഭാര്യയുടെയും കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം കേട്ടോ. അവർക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. സർ പ്ലീസ്, ദൈവത്തോട് തന്നെ ഉപദ്രവിക്കരുത്. മുന്നിൽ വന്ന് നിന്ന് കത്തിയെടുത്ത് എന്റെ നെഞ്ചിൽ കുത്തിയിറക്കാൻ വരുന്നവനോട് ഞാൻ ക്ഷമിക്കും. പക്ഷേ പിന്നിൽ കൂടി വന്ന് ചതിക്കാൻ നോക്കുന്നവനെ CK ചന്ദ്രബോസിന്റെ കോടതിയിൽ മാപ്പില്ല പവിത്ര. വലിച്ച് കേട്ടടവനെ ആ അലമാരയിലേക്ക്, എന്നിട്ട് അവന്റെ വായിൽ ടേപ്പ് ഒട്ടിക്കും. സർ പ്ലീസ് സർ, എന്നെ ഉപദ്രവിക്കരുത് സർ, പ്ലീസ് സർ, വേണം. നല്ല ഉഗ്രൻ അലമാരയാണ്.
നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. അവന്റെ കാലം കൂടി കെട്ട്. എങ്കിൽ പിന്നെ നിങ്ങൾ വിട്ടോ.